Hi friends, welcome to YouTube channel The Tech Bro. ഹായ്, ഇന്നും നമ്മൾ മറ്റൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Realme Buds Wireless 3 1469 രൂപയ്ക്കാണ് നമ്മൾ ഓഫറിൽ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ വൈഫിന് വേണ്ടി ഓഫീസ് പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു ഹെഡ്സെറ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ റിയൽമിയുടെ അത്യാവശ്യം നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസി മോഡൊക്കെ ഉള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് നോയ്സ് ക്യാൻസലേഷൻ ഓഫീസ് കോളുകൾക്ക് ആവശ്യമായതുകൊണ്ട് മാത്രമാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് കൂടുതലായിട്ട് അൺബോക്സ് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ പ്രീമിയം ലെവലർ ആമസോൺ സെല്ലർ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് പൊട്ടി തന്നപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ഒരു യെല്ലോ കളർ ബോക്സാണ്. നമ്മൾ ബില്ലും കാര്യങ്ങളൊക്കെ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ സീല് തുറക്കാം. സീല് താഴെയും കൊടുത്തിട്ടുണ്ട്, മേളിലും സീൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് മേളത്തെ സീല് ഓൾറെഡി പാർഷ്യലി ഓപ്പൺഡ് ആയിരുന്നു. അത്ര പശയില്ലാത്തൊരു സീലായിട്ടാണ് ഫീൽ ചെയ്തിരുന്നത്. എന്നാലും വേറെ ആരും യൂസ് ചെയ്തിട്ടായിരുന്നോ ടാമ്പർ ചെയ്തിട്ടായിരുന്നു തോന്നുന്നില്ല. ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ ഉള്ളിലേക്ക് സാധനം എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഹെഡ്സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു. പിന്നെ ബാക്കോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില യഥാർത്ഥ വില 3000 രൂപ എന്നൊക്കെ പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ നെറ്റ് ക്വാണ്ടിറ്റി, ഡയമെൻഷൻസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് നോക്കി. പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 13.6 mm ഡൈനാമിക് ബാസ് ഡ്രൈവേഴ്സ്, സ്പെഷ്യൽ ഓഡിയോ റേറ്റ്സ്, 40 hours ബാറ്ററി ലൈഫ്, അങ്ങനെയുള്ള. പിന്നെ ബുക്ക്ലെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. ബുക്ക്ലെറ്റ്, ഇയർ ടിപ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഈ ടിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി 3 സെറ്റാണുള്ളത്. അതിൽ 2 എക്സ്ട്രയും ഓൾറെഡി ഒരെണ്ണം ഉള്ള ഹെഡ്സെറ്റിലുള്ളതുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഹെഡ്സെറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ ആദ്യം കൈ പിടിക്കുമ്പോൾ തന്നെ നല്ല റബ്ബറിഷ് ഫീലാണ് ഉള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കേബിൾ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. മാൻറ്റിക്കിൻ്റെ അത് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞപ്പം അത്യാവശ്യം ഫസ്റ്റ് യൂസ് ആയതുകൊണ്ടെന്ന് തോന്നുന്നു എന്തോ പൊടിയുള്ള പോലെ ഫീൽ ചെയ്യുന്നു. അത്ര സ്റ്റിക്ക് എന്നൊരു സ്മൂത്ത്നെസ് കിട്ടുന്നില്ല. ബട്ട് പിന്നീട് യൂസ് ചെയ്തപ്പോൾ നല്ലൊരു ഫീലുണ്ട്. പിന്നെ അങ്ങനെയുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യാനും മെനു, പിന്നെ ആക്റ്റീവ് ക്യാൻസലേഷനും, പിന്നെ ട്രാൻസ്പെറൻസി മോഡിൻ്റെയും അങ്ങനെയുള്ള ഒരു ബട്ടനോടെ കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഇല്ലാത്ത എന്ന് പറയുന്നത് ചാർജ് ചെയ്യാനുള്ളൊരു കേബിൾ ഇതിനകത്തില്ല. ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ അതിനൊന്ന് ബോക്സിലേക്ക് നോക്കി എന്തൊക്കെയാണ് ഉള്ളത് ഇല്ലാത്ത എന്നുള്ളതൊക്കെ. എന്തായാലും നല്ലതായിരുന്നു. എന്തായാലും നോയ്സ് ക്യാൻസലേഷനും ട്രാൻസ്പെറൻസി മോഡും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. താങ്ക് യു.